ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപ്തീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്, ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലും താരൻ, നര ഇങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ. ഇതൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാച്ചെണ്ണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പച്ചിലകളൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുക്കുറ്റി എന്ന് പറയും, എനിക്ക് തോന്നുന്നു ചില സ്ഥലത്ത് കീഴാർനെല്ലി എന്നൊക്കെ പറയാറുണ്ട്. ഇത് വേപ്പല, ഇത് പേരയുടെ ഇല, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊടങ്ങലെന്ന് പറയും, പല നാട്ടിലും പല പേരാണ് പറയുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിൽ പൂവാങ്കുരുന്നെന്ന് പറയും. ഇത് കയ്യോന്നി. അങ്ങനെ ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് ഉണക്കുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ നാട്ടിൽ സന്ധ്യ സമയത്തുള്ള ഒരു വ്യൂ ആണ്. ഞാൻ ഈ ഇലയൊക്കെ പറിക്കാൻ പോയപ്പം ഫോണിൽ നോക്കിയപ്പോൾ നല്ല രസം തോന്നി, അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇലകളെല്ലാം നമ്മൾ കഴുകി നല്ലതായിട്ട് ഉണക്കിയെടുക്കും. ഈ വേരിലൊക്കെ മണ്ണുള്ളത് കൊണ്ട് നല്ലപോലെ 2-3 തവണ വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ട് കഴുകി തോർത്തി ഉണക്കിയെടുത്തതിന് ശേഷം അതൊക്കെ പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെമ്പരത്തിപ്പൂ, ഒരു 3-4 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും തെച്ചിപ്പൂവും പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഴുക്കൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നുറുക്കി ഇത് കൂട്ടാക്കി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളി, ഉലുവ, നെല്ലിക്ക, കറ്റാർവാഴ. ഉലുവ നമ്മൾ 1 കപ്പ് തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. പിന്നെ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെല്ലിക്ക അരച്ചെടുക്കാം. ഈ നെല്ലിക്ക അരച്ചെടുത്തതിലേക്ക് ചേർത്തിട്ട് ബാക്കി പച്ചിലകളും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. നമ്മൾ വെള്ളത്തിന് പകരം ഇവിടെ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ കറ്റാർ വാഴയിലൊക്കെ ആ ഒരു ജെല്ലുള്ളതുകൊണ്ട് നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വരുന്നില്ല. കറ്റാർ വാഴയും കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പച്ചിലകൾ കുറച്ചായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ബാക്കി നമ്മുടെ കറ്റാർ വാഴ, ചുവന്നുള്ളി, ഉലുവ, പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അരച്ചെടുക്കാം. നിങ്ങൾക്കിത് ചെമ്പരത്തിപ്പൂവൊക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു. ശരിക്കും ഇതിന് ഓരോന്നിനും അതിൻ്റേതായ ഗുണമുണ്ട്. നമ്മുടെ തലമുടിക്ക് ഈ ഉലുവയും ചെറിയ ഉള്ളി, നെല്ലിക്ക ഇതിൻ്റെയൊക്കെ ശരിക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോയാൽ അത് ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ നമ്മളിതെല്ലാം അരച്ച് ഒരു ചരുവത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരപ്പ് നേരെ എണ്ണ കാച്ചാനായിട്ടുള്ള ഉരുളിയിലോട്ട് ചേർക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. ഇത് 1 ലിറ്റർ വെളിച്ചെണ്ണ, നമ്മൾ മില്ലിൽ ആട്ടിയ നല്ല നാടൻ 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കുന്നു. ആദ്യം ഗ്യാസ് ഓണാക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലതെങ്കിൽ, കാരണം നമ്മുടെ അടുപ്പ് ഇച്ചിരി ചെറുതായിരുന്നു, പാത്രം നല്ല വലുതായിരുന്നു. അപ്പം അടുപ്പ് കത്തിക്ക് ഇച്ചിരി പാട് പെട്ടു. ഇപ്പം ശരിയായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലപോലെ ഇളക്കണം. ഈ അരച്ചെടുത്തിരിക്കുന്ന അരപ്പും വെളിച്ചെണ്ണയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. ചിലരാണെങ്കിൽ ഈ അരപ്പ് നമ്മളൊരു തുണിയിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ നീര് എണ്ണയിൽ ഒഴിച്ചിട്ട് എണ്ണ കാച്ചുന്നവരും ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പച്ചിലയുടെ ഫുള്ള് നമ്മൾ അരച്ചിരിക്കുന്ന ഇതിൻ്റെ നീര് മൊത്തം എണ്ണയിൽ നല്ലപോലെ ചേരും. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാനേ പാടില്ല, നല്ലപോലെ ഇളക്കണം. നമ്മുടെ കൈ കടയ്ക്കുമ്പോൾ വേറൊരാളോട് ഇളക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പം ഞാനും ഞങ്ങളുടെ അമ്മയും കൂടി മാറി ഇളക്കിയിട്ടാണ് ഇത് ശരിയാക്കി എടുത്തത്. ഇപ്പോൾ കുറച്ച് നേരം കൈ എടുക്കാതെ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് വരും. അതുകൂട്ടി നമ്മുടെ അരപ്പാണെങ്കിലും അത് വെന്ത് അതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ മുരിഞ്ഞ് വരണമെന്ന് പറയും. ഈ അരപ്പൊക്കെ നല്ലപോലെ വെന്ത് മുരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പനങ്കുല പോലെ വളരും. ഒരാഴ്ച കൊണ്ട് മുടി 1 സെൻറ്റിമീറ്റർ നീളം വെക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എനിക്ക് ആദ്യം എൻ്റെ മുടി ഇത് എങ്ങനെയാണ്, ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.
ഞാൻ ഈ എണ്ണ നാട്ടിൽ പോയപ്പോൾ കാച്ചിയ എണ്ണയാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 ഇയർ മേലെ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 തവണ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് തല വാഷ് ചെയ്യും. എനിക്ക് നല്ലതായിട്ട് മുടി പൊഴിയുമായിരുന്നു. എനിക്കിപ്പം നല്ലപോലെ മുടി കൊഴിച്ചിൽ കുറവുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് നരച്ച മുടിയുണ്ടായിരുന്നു, അതും ഇപ്പോൾ കുറവുണ്ട്. പിന്നെ പുതിയ മുടിയൊക്കെ കിളുത്ത് വരുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് ഒത്തിരി നീളമുള്ള മുടിയൊന്നുമല്ല, എനിക്ക് നല്ല ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് ഈ എണ്ണ തേക്കാൻ തുടങ്ങിയതിന് ശേഷം. അതുപോലെ തൈറോയിഡും PCOD ഒക്കെ ഉള്ളവരാണെങ്കിൽ മെഡിസിനും കൂടി കഴിച്ചിട്ട് എണ്ണ കാച്ചിയാലേ മാറ്റം ഉണ്ടാവത്തുള്ളൂ. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം നല്ലപോലെ തിളച്ച് ഇതിനകത്തിൽ അരപ്പൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നു. ഇത് നമ്മൾ പ്രായമുള്ളവർ പറയും നല്ല കക്കനാവണം, ഇതിൻ്റെ കക്കൻ കിട്ടണമെന്ന് പറയും. ഇതാണ് ആ സാധനം. അപ്പോൾ ഈ ഒരു ലെവലെത്തുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യും. എന്നിട്ട് ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ള ഒരു സാധനം കൂടിയുണ്ട്. എന്നാലേ നമ്മുടെ ഈ കാച്ചെണ്ണയ്ക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇഫക്റ്റ് വരത്തുള്ളൂ. നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന നീല അമരിയുടെ പൊടി, ഇതിൻ്റെ ഇലയും കിട്ടും. അപ്പം ഇതിൻ്റെ പൊടി നമ്മൾ ചൂടെണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ പൊടി കരിഞ്ഞ് വല്ലാണ്ടായി പോവും. അപ്പോൾ ഇത് കുറച്ച് തണുത്തിട്ട് നമ്മൾ ഈ പൊടിയാണ് ചേർക്കുന്നത്, ഇൻഡിഗോ പൗഡർ എന്ന് പറയും. അപ്പോൾ ഈ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ നീലാമരിയുടെ പൊടി ചേർക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടും. ഈ താരൻ അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ നീലാമരിയുടെ പൊടിയും കൂടെ ചേർക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇല കിട്ടുമെങ്കിൽ അതും കൂടെ അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അടുത്ത ദിവസം ഒരു കുപ്പിയിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കണം. ചുമ്മാ തലയിൽ വെറുതെ തേച്ചിട്ട് കാര്യമില്ല, നല്ലപോലെ തേച്ച് മസാജ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡും PCOD ഉള്ളവരൊക്കെ എണ്ണ തേച്ചത് കൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ നിൽക്കില്ല, അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതുപോലെ താരം മാറാനായിട്ട് നമ്മൾ ഇതുപോലെ നല്ല എണ്ണ മാത്രം തേച്ചത് കൊണ്ട് കാര്യമില്ല. പല ഡോക്ടേഴ്സും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മുടെ വയറ്റിൽ വിരശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരൻ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ സ്ഥലത്തെ കാലാവസ്ഥ, നമ്മുടെ സ്ഥലത്തെ വെള്ളം, ഇതൊക്കെ ഡിപ്പെൻഡാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കറക്റ്റായിട്ട് എന്താണ് കറക്റ്റായിട്ടുള്ള മുടി കൊഴിച്ചിലിൻ്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഇതുകൂട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ എണ്ണയൊക്കെ കാച്ചി തലമുടി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മുടി കൊഴിച്ചിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അമ്മ എനിക്ക് എണ്ണ ഒരു കുപ്പിയിലാക്കി തന്നു. ഇപ്പം ഞാൻ ഈ എണ്ണ യൂസ് ചെയ്ത് പകുതിയോളം ആയിട്ടുണ്ട്. അങ്ങനെ ഈ എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ മുടിയുടെ ഫോട്ടോയാണിത്. ഒരു 2 മാസം മുന്നേ ഞാൻ എൻ്റെ മുടി ഒന്ന് കുറച്ച് മുറിച്ചായിരുന്നു, അതാണ് ഈ ഫോട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ.